സിന്ദൂരരേഖ ഭാഗം 53. മനു ചുറ്റുമൊന്ന് നോക്കി. ഉള്ളിലേക്ക് ഓർമ്മകളുടെ ഒരു സാഗരം വന്ന് അലതല്ലി. തല ശക്തമായി വേദനിക്കുന്നത് പോലെ അവൻ അങ്ങനെ തന്നെ തലയിൽ കൈയമർത്തി. വണ്ടി മുന്നിലേക്ക് എടുക്കാനാവുന്നില്ല. സിഗ്നലിൽ ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞതും പിന്നിലുള്ള വണ്ടികളെല്ലാം ഹോൺ അടിക്കാൻ തുടങ്ങി. ചുറ്റും കൂടി വന്ന ഹോൺ അടിക്കുന്ന ശബ്ദം കൂടിയായതും മനു ആകെ ഡിസ്റ്റർബ്ഡ് ആവാൻ തുടങ്ങി. അവന് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല. ചെവിയിൽ മൂളി കേൾക്കുന്നത് പോലെ ഹോൺ ശബ്ദം കേട്ടപ്പോൾ അമ്മാളു കണ്ണു തുറന്നു. ഞെട്ടലോടെയാണ് അവൾ കണ്ണു തുറന്നതും ചുറ്റും നോക്കിയതും. എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചുറ്റും അത്രമാത്രം ശബ്ദം. നോക്കിയപ്പോൾ കാണുന്നത് ചുറ്റുമുള്ള ഹോണടികളും ആളുകളൊക്കെ എന്താണെന്ന രീതിയിൽ കാറിലേക്ക് നോക്കുന്നതും ചീത്ത പറയുന്നതും ഒക്കെയാണ്. അവൾ മനുവിനെ നോക്കിയപ്പോൾ അവൻ തലയിൽ കൈയമർത്തി മുഖം കുനിച്ചിരിക്കുന്നു. മനുവേട്ടാ! അവൾ വേഗം അവനെ തട്ടി വിളിച്ചു. അവൻ തലയുയർത്തി അവളെ നോക്കി. അവൻ്റെ മുഖത്തും കണ്ണുകളിലുമൊക്കെ ഞരമ്പ് പിടച്ചു നിൽക്കുന്നു. കണ്ണ് രണ്ടും ചുവന്നു വന്നിട്ടുണ്ട്. മുഖവും ആകെ ചുവന്നിരിക്കുന്നു. എന്താ എന്താ മനുവേട്ടാ? അവൻ്റെ മുഖവും ഭാവവും ഒക്കെ കണ്ട് ഒരുതരം ഭയത്തോടെയാണ് അമ്മാളും അവനെ വിളിച്ചത്. ഐ കാൺട്ട് ഹാൻഡിൽ ദിസ് സംസ്കൃതി. അത്രമാത്രമാണ് അവൻ അവളോട് പറഞ്ഞത്. അവൻ്റെ ശബ്ദത്തിൽ പോലും ആകെ ഒരു വെപ്രാളം പോലെ. ദേഷ്യം, ഗൗരവം, അങ്ങനെ എന്തെല്ലാമോ വികാരങ്ങൾ തിങ്ങി നിറഞ്ഞതുപോലെയായിരുന്നു അവൻ്റെ മുഖഭാവവും സംസാരവും. ഞൊടിയിടയിൽ അമ്മാളു സീറ്റ് ബെൽറ്റ് അഴിച്ച് കാറിൽ നിന്നിറങ്ങി വേഗം ഡ്രൈവിംഗ് സീറ്റിലേക്ക് വന്നു. മനു കോ ഡ്രൈവർ സീറ്റിലേക്ക് ഇരുന്നതും അമ്മാളു വേഗം വണ്ടിയെടുത്തു. അത്രയും നേരം ആളുകളെ ബുദ്ധിമുട്ടിച്ചതിലാണ് അവൾ ആകെ വല്ലാതെയായത്. കുറച്ചു ദൂരം പോയി കഴിഞ്ഞ് അവൾ ഒരു പാടത്തിൻ്റെ അടുത്തായിട്ടുള്ള തണൽ മരത്തിൻ്റെ അടിയിൽ കാറ് പാർക്ക് ചെയ്തു. അപ്പോഴും മനു തല കയ്യിൽ താങ്ങി മുഖം കുനിച്ചിരിക്കുമായിരുന്നു. മനുവേട്ടാ! വീട്ടിലേക്ക് പോ സംസ്കൃതി. റൈഡ് ദ കാർ. മനു പറഞ്ഞതും പിന്നീടൊരു സംസാരത്തിന് നിൽക്കാതെ അമ്മാളു പിന്നെയും നേരെ കാറെടുത്തു. പിന്നീടൊന്നും മിണ്ടാനോ പറയാനോ നിന്നില്ല. വഴിയറിയാൻ വയ്യാത്തത് കൊണ്ട് അവനോട് വഴി ചോദിച്ചു. കൃത്യമായി വഴി മാത്രം അവൾക്ക് പറഞ്ഞു കൊടുത്ത് അവൻ നിശബ്ദനായി. അവൻ പറഞ്ഞു കൊടുത്തതനുസരിച്ച് ഇടവഴിയിലൂടെയൊക്കെ പോയി ഒടുക്കം ഒരു പടിപ്പുരയൊക്കെ കടന്ന് 4 കെട്ട് മോഡലിലുള്ള ഒരു വീടിന് മുന്നിലാണ് അമ്മാളു കാറ് കൊണ്ടുവന്ന് നിർത്തിയത്. ഡോക്ടർ മാനവ് വർമ്മ ദേവനിലയം എന്ന് അവിടെ മതിലിൽ തന്നെ കൊത്തിവെച്ചിരിക്കുന്നു. അമ്മാളു കൗതുകത്തോടെയാണ് അത് നോക്കിയതും വായിച്ചതും. അത് വായിച്ചു നിൽക്കുന്ന സമയം അവിടെയുള്ള സെക്യൂരിറ്റി വന്ന് വാതിൽ തുറന്നു കൊടുത്തു. അമ്മാളു അന്നേരവും മതിലിൽ എഴുതി വെച്ചിരിക്കുന്നത് വായിക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോഴേക്കും സെക്യൂരിറ്റി വന്ന് വാതിൽ തുറന്നു തരുന്നത് കണ്ടതും അമ്മാളു അതെല്ലാം അത്ഭുതത്തോടെയായിരുന്നു നോക്കി നിന്നത്. വാതിൽ തുറന്നതും അമ്മാളു അകത്തേക്ക് കാറെടുത്തു. ഉള്ളിലേക്ക് കയറിയതും എന്തോ അത്ഭുതം കണ്ടതുപോലെ അമ്മാളുവിൻ്റെ കണ്ണുകൾ വിടർന്നു പോയി. മനോഹരം! ആ ഒരു വാക്കാണ് അവൾക്ക് ആ വീടും പരിസരവും ഒക്കെ വിവരിക്കാനായി പറയാൻ തോന്നിയത്. അത്രയും ഭംഗിയോടെയും തനിമയോടെയും നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട്. ശരിക്ക് പഴയ 4 കെട്ട് തറവാട് പോലെ തന്നെ ഇരിക്കുന്നു. ഒരു റിസോർട്ടിനുള്ളിലേക്കൊക്കെ പോയ ഫീലാണ് അവൾക്ക് അന്നേരം അവിടെ ചെന്നപ്പോൾ തോന്നിയത്. ഒറ്റയടിക്ക് നോക്കിയാൽ ഒരു റിസോർട്ടാണെന്നേ പറയുള്ളൂ. മെയിൻ റോഡിൽ നിന്ന് ഇടവഴിയിലേക്കൊക്കെ കയറി അല്പം ദൂരത്തേക്കായതുകൊണ്ട് അധികം ആരും പറഞ്ഞു കേൾക്കുകയോ ആരും കടന്നു വരികയോ ചെയ്യാത്തൊരു സ്ഥലത്താണ് വീടിരിക്കുന്നത് തന്നെ. എങ്കിലും ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലം തന്നെയാണ്. അപ്പുറവും ഇപ്പുറവും ഒക്കെ ആയിട്ട് ഒരുപാട് വീടുകൾ വേറെയുമുണ്ട്. അമ്മാളുവിന് അതെല്ലാം ഒരുതരം കൗതുകം തന്നെയായിരുന്നു. കാരണം ഇന്നുവരെ അമ്മയോ മനുവോ ഉണ്ണിയോ ഒന്നും പറഞ്ഞ് ഇങ്ങനെയൊരു വീടിനെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. വീടിൻ്റെ ഭംഗി ആസ്വദിച്ച് അവിടെയുള്ള കാഴ്ചകളെല്ലാം നോക്കിക്കാണുന്നതിനിടയിൽ അമ്മാളു ശരിക്കും പറഞ്ഞാൽ മനുവിൻ്റെ കാര്യം മറന്നുപോയി എന്ന് തന്നെ പറയാം. കാറിൽ നിന്നിറങ്ങി അവൾ പുറത്തേക്ക് നോക്കി. മുന്നിൽ തന്നെ അതിവിശാലമായ ഒരു ഗാർഡനും വാട്ടർ ഫൗണ്ടെയിനും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിറയെ പൂക്കളും ചെടികളും ഒക്കെ നിൽക്കുന്നുണ്ട്. പോരാത്തതിന് വീടിൻ്റെ മുറ്റത്ത് ഒരരികിലായി മാവും പ്ലാവും തെങ്ങും അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു പഴയ തറവാട് വീട്ടിലേക്ക് കയറി ചെന്ന ഒരു ഫീലാണ് അവൾക്ക് അന്നേരം തോന്നിയത്. അമ്മാളു അതെല്ലാം ചുറ്റും നോക്കിക്കാണുമായിരുന്നു. ചുറ്റുമുള്ളതെല്ലാം നോക്കിക്കഴിഞ്ഞതിന് ശേഷമാണ് അവൾ വീട്ടിലേക്ക് നോക്കിയത്. അതും വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. 2 പാളികളുള്ള വാതിലിൽ മയിലുകളെ കൊത്തിവെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒത്തിരി ഭംഗിയുള്ള കാഴ്ചയായിരുന്നു. മാനവ് സാർ ഇല്ലേ? അമ്മാളു അങ്ങനെ എല്ലാം നോക്കിക്കാണുന്നതിനിടയിലാണ് പെട്ടെന്ന് സെക്യൂരിറ്റി വന്ന് അവളോട് മനുവിനെ ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് അവൾ മനുവിൻ്റെ കാര്യം ഓർക്കുന്നത് തന്നെ. മനുവേട്ടൻ കാറിൽ നിന്നിറങ്ങിയില്ലേ എന്ന് സംശയത്തോടെ ചിന്തിച്ചുകൊണ്ട് അവൾ കോ ഡ്രൈവർ സീറ്റിൻ്റെ അടുത്തേക്ക് വന്നു. അത് തുറന്നു നോക്കിയപ്പോൾ അവൻ അപ്പോഴും മുൻപിരുന്നത് പോലെ തന്നെ തല കയ്യിൽ താങ്ങിക്കൊണ്ടിരിക്കുവാണ്. മനുവേട്ടാ! വാതിൽ തുറന്ന് അവൻ്റെ കയ്യിലൊന്ന് തട്ടിക്കൊണ്ട് അവൾ വിളിച്ചതും അവൻ മുഖമുയർത്തി അവളെ നോക്കി. വല്ലാത്തൊരു ഭയാനകമായ ഭാവമായിരുന്നു അവൻ്റെ മുഖത്തു നേരം. അതുകണ്ട് അമ്മാളുവും ഒരു നിമിഷം ആകെ വല്ലാതെയായിപ്പോയി. പോക്കറ്റിൽ നിന്ന് ടവലെടുത്ത് മുഖമൊന്ന് അമർത്തി തുടച്ചു കഴിഞ്ഞിട്ടാണ് അവൻ കാറിൽ നിന്ന് ഇറങ്ങിയത്. രാജുവേട്ടാ, വണ്ടിയിൽ ലഗേജ് ഉണ്ട്, അതൊന്നെടുത്ത് അകത്തേക്ക് വെച്ചേക്ക്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ വീടിനകത്തേക്ക് വാതിൽ തുറന്ന് കയറിപ്പോയി. അമ്മാളുവാണെങ്കിൽ അവന് പെട്ടെന്ന് എന്ത് പറ്റി എന്ന രീതിയിൽ നോക്കുന്നുണ്ട്. വഴിയിൽ അന്നേരം കാറ് നിർത്തി കിടന്നപ്പോൾ മുതൽ അവൻ്റെ പെരുമാറ്റവും മുഖഭാവവും ഒക്കെ ആകെ വല്ലാത്ത രീതിയിലാണെന്നുള്ളത് അമ്മാളും അന്നേരം ഓർത്തു.
എങ്കിലും അത് ചിലപ്പോൾ തലവേദന വല്ലതും കാരണമായിരിക്കും എന്നാണ് കരുതിയത്. പക്ഷേ ഇവിടെ എത്തിയിട്ടും കാറിൽ നിന്നിറങ്ങാതെയും മറ്റുമുള്ള അവൻ്റെ പെരുമാറ്റം കണ്ടതും അവനെ എന്തൊക്കെയോ അലട്ടുന്നുണ്ട് എന്നവൾക്ക് തോന്നി. അവനങ്ങനെ ഒന്നും മിണ്ടാതെ കയറിപ്പോയതും അമ്മാളു സെക്യൂരിറ്റിയെ ഒന്ന് നോക്കി. മാഡം ഇങ്ങോട്ട് ആദ്യമായിട്ട് വരികയാണല്ലേ? അയാൾ ചോദിച്ചതും അവൾ അതേന്ന രീതിയിൽ തലയനക്കി. മാഡം അകത്തേക്ക് പൊക്കോളൂ, ലഗേജൊക്കെ ഞാൻ കൊണ്ടുവന്ന് അകത്തേക്ക് വെച്ചേക്കാം. അത് പറഞ്ഞതും അമ്മാള് തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി. ജനിച്ചിട്ട് ഇന്ന് വരെ ഇങ്ങനെയുള്ള വീടുകളൊക്കെ പുറമേന്ന് കണ്ടതല്ലാതെ ഇതിനുള്ളിൽ എന്തായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷയുണ്ട്. എങ്കിലും ഇതുവരെ അങ്ങനെ ഒരു കാഴ്ച കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. എങ്കിലും ഇന്ന് അതൊക്കെ കാണാലോ എന്ന് കരുതി ഒരാകാംക്ഷയോടെയാണ് അകത്തേക്ക് കയറാൻ ഒരുങ്ങിയത്. എങ്കിലും മനു അങ്ങനെ പെരുമാറിക്കൊണ്ട് പോയതുകൊണ്ട് തന്നെ അവൾക്ക് മനസ്സാകെ മരവിച്ചതുപോലെയായിരുന്നു തോന്നിയത്. അകത്തേക്ക് കയറിയതും അവൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയില്ലായിരുന്നു. അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ളൊരു ഹാള് പോലെയാണ്. അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് സോഫയും മറ്റു സാധനങ്ങളും ഒക്കെ ഇരിക്കുന്നുണ്ട്. അവിടെ നിന്ന് നേരെ കയറി ചെന്നപ്പോൾ നടത്തളമായിരുന്നു. മഴ പെയ്യാത്തത് കൊണ്ട് തന്നെ അത് വറ്റിക്കിടക്കുമായിരുന്നു. അതിന് ചുറ്റുമായിട്ട് ഒരുപാട് ഇടനാഴികളും മുറികളും ഒക്കെ കാണുന്നുണ്ട്. ഈ മനുവേട്ടൻ ഇതിൽ ഏത് മുറിയിലോട്ടാണോ അവ കയറിപ്പോയത്? അമ്മാള് നോക്കിയപ്പോൾ എല്ലാ മുറികളും അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ ഏത് മുറിയിലേക്കാണ് മനു കയറിപ്പോയതെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അവൾ സംശയത്തോടെ അവിടെ തന്നെ നോക്കി നിന്നു. ഒടുവിൽ ഒരു മുറിയിൽ നിന്ന് എന്തോ അനക്കം കേൾക്കുന്നത് പോലെ തോന്നിയതും അവൾ അങ്ങോട്ട് നടന്നു. നോക്കുമ്പോൾ മനു അവിടെ കട്ടിലിൽ കിടക്കുന്നുണ്ട്. തലയ്ക്ക് കുറുകെ കൈയെടുത്ത് വെച്ചുകൊണ്ടാണ് അവൻ കിടക്കുന്നത്. അത് കണ്ടതും അവന് തലവേദന വല്ലതും ആകും എന്ന് കരുതി അമ്മാളും ശബ്ദം ഉണ്ടാക്കാതെ തിരികെ മുറിയിൽ നിന്നിറങ്ങി. എങ്കിലും അവൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതൊന്ന് ഉണ്ണിയെ വിളിച്ച് പറയാമെന്ന് കരുതി അവൾ വേഗം ഫോൺ എടുത്ത് ഉണ്ണിയെ വിളിച്ചു. ഹോസ്പിറ്റലിൽ അവന് വലിയ തിരക്കില്ലാതിരുന്നത് കൊണ്ട് തന്നെ 2 റിങ് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു. ഉണ്ണി അന്നേരം ഹോസ്പിറ്റലിൽ നിന്ന് പോരാനിറങ്ങുന്ന സമയമായിരുന്നു. എന്താ ഏട്ടത്തി? ഉണ്ണിയേട്ടൻ തിരക്കിലാണോ? ഇല്ലടി, നീ പറയ്. ഏട്ടാ, മനുവേട്ടന് വയ്യെന്നോ? എന്തു പറ്റി? ഞൊടിയിടയിൽ ഉണ്ണിയുടെ ശബ്ദത്തിൽ ആകെ ഒരു ആകുലത നിറഞ്ഞു. എനിക്കറിയില്ല ഉണ്ണിയേട്ടാ, തലവേദനയാണെന്ന് തോന്നുന്നു. തലയിൽ കൈവച്ചുകൊണ്ടിരിക്കുവാണ്. ഇത്രയും നേരമായിട്ട് എന്നോടൊന്നും മിണ്ടിയിട്ടില്ല. മുഖം ആകെ ചുവന്ന്, കണ്ണുകളൊക്കെ ചുവന്നിരിക്കുവാണ് ആകെ. അമ്മാളും അങ്ങനെ പറഞ്ഞതും ഒരു നിമിഷത്തേക്ക് ഉണ്ണി ഒന്ന് നിശബ്ദമായി. ഡോണ്ട് ലീവ് ഹിം എലോൺ ഏട്ടത്തി. ഏട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഏട്ടത്തി ഏട്ടൻ്റെ അടുത്തുനിന്ന് പോയേക്കരുത്. പെട്ടെന്ന് ഉണ്ണി അങ്ങനെ പറഞ്ഞതും അമ്മാള് സംശയത്തോടെ ആയിരുന്നു നിന്നിരുന്നത്. ഡു വാട്ട് ഐ സെഡ് ഏട്ടത്തി. ഐ ബി ദെയർ ഇൻ 15 minutes. അത് പറഞ്ഞ് ഉണ്ണി വേഗം തന്നെ ഫോൺ കട്ട് ചെയ്തിരുന്നു. ഉണ്ണി പറഞ്ഞതുകൊണ്ട് തന്നെ അമ്മാള് മനുവിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോഴും അവൻ അങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു. മനുവേട്ടാ, അവൾ വിളിച്ചിട്ടും അവൻ അനങ്ങിയില്ല. എങ്കിലും അവൻ്റെ കിടപ്പിന്ന് തന്നെ അവൻ ഉറങ്ങിയിട്ടില്ല എന്ന് അമ്മാളുവിന് മനസ്സിലായി. മനുവേട്ടാ, തലവേദന എടുക്കുന്നുണ്ടോ? എന്നിട്ടും അവൻ അനങ്ങുന്നില്ല എന്ന് കണ്ടതും അമ്മാളും അവൻ്റെ ദേഹത്ത് പതിയെ ഒന്ന് തട്ടി. നിനക്ക് എന്താടി വേണ്ടത്? കുറെ നേരമായി ശല്യം ചെയ്തൊന്ന് പോകുന്നുണ്ടോ? നാശം, മനുഷ്യനൊരു നേരം ഒന്ന് സമാധാനമായിട്ട് ഒറ്റയ്ക്കിരിക്കാനും സമ്മതിക്കില്ല. തൻ്റെ ദേഹത്തിരിക്കുന്ന അവളുടെ കൈ തട്ടിയെറിഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് ദേഷ്യത്തോടെ അവളോട് ആക്രോശിച്ചു. പെട്ടെന്ന് അവൻ്റെ പെരുമാറ്റവും ഉറക്കെയുള്ള ശബ്ദവും കേട്ട് അമ്മാള് പെട്ടെന്ന് ഞെട്ടലോടെ പിന്നിലേക്ക് നീങ്ങി. മനുവേട്ടാ, ഞാൻ... നാശം പിടിക്കാൻ. അവൾ അവനോട് എന്തെങ്കിലും തിരികെ പറയുന്നതിന് മുൻപ് തന്നെ അവൻ ആ മുറിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി. അറിയാതെ തന്നെ കണ്ണുകളിൽ നിറഞ്ഞുകൂടിയ കണ്ണുനീർ പുറത്തേക്ക് ഒഴുകിയിറങ്ങി. എങ്കിലും അത് തുടച്ചു നീക്കാൻ നിൽക്കാതെ ഉണ്ണി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാൻ അമ്മാള് പുറത്തേക്ക് ഇറങ്ങി നോക്കി. പക്ഷേ അപ്പോഴേക്കും അവൻ അടുത്തുള്ള മുറിയിലേക്ക് കയറി വാതിലടച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്നുള്ള അവൻ്റെ പെരുമാറ്റത്തിലും സ്വഭാവമാറ്റത്തിലും അമ്മാള് പതർച്ചയോടെ നോക്കി നിന്നു. അവളാകെ ഞെട്ടിയതുപോലെയുള്ളൊരവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് അവൻ എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അവൻ്റെ പെരുമാറ്റവും അവൻ അവളോട് സംസാരിച്ച രീതികളുമൊക്കെ അവളുടെ മനസ്സിൽ വല്ലാത്തൊരു വേദന ഉണ്ടാക്കി. ഇത്രയും നാളും സമാധാനമായി പോയിക്കൊണ്ടിരുന്ന അന്തരീക്ഷത്തിൽ ചെറിയ രീതിയിലുള്ള കലഹം ഉണ്ടായപ്പോൾ തന്നെ അവളാകെ തകർന്നു പോകാൻ തുടങ്ങിയിരുന്നു. ഇനിയും അവൻ്റെ വാതിലിൽ പോയി കൊട്ടി വിളിക്കാനുള്ള ധൈര്യമോ ശക്തിയോ അവൾക്കില്ലാത്തതുപോലെ. ഇത്രയൊക്കെ ആയിട്ടും അവൻ തന്നെ ഒരു കടുകുമുണിയാളം പോലും പരിഗണനയോ സ്നേഹമോ നൽകുന്നില്ലല്ലോ എന്നോർത്തതും അവൾക്ക് സ്വയം പുച്ഛമാണ് തോന്നിയത്. വീണ്ടും വീണ്ടും അവൻ്റെ വാലിൽ തൂങ്ങി ഇങ്ങനെ കിടക്കുന്നത് എന്തിനാണെന്ന് മനസാക്ഷി എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നത് പോലെ. അപ്പോഴൊക്കെയും അവളുടെ കണ്ണുകൾ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മുറ്റത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും അമ്മാളു എത്രയൊക്കെ മനസ്സ് തളർന്നു പോകുന്നുണ്ടെന്നറിഞ്ഞിട്ടും എഴുന്നേറ്റ് കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. ഏട്ടത്തി, എന്താ? ഏട്ടനെവിടെ? അമ്മാളു ഓടി വരുന്നത് കണ്ടപ്പോൾ തന്നെ ഉണ്ണി അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് കാറിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ തന്നെ വരാം കേട്ടോ. ബൈ.